ഓപ്പറേഷൻ തൂഫാൻ, കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ വല്ലാണ്ട് തരംഗം സൃഷ്ടിച്ചു അല്ലെ. ഒരുപാട് ലഹരി കേസുകൾ പിടിക്കുന്നുണ്ട്, ഓടിച്ചിട്ട് പിടിക്കുന്ന വീഡിയോ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരള പോലീസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കാണാനിടയായി. നമുക്കാർക്കെങ്കിലും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ അറിയുകയാണെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാണ്ട് അവർ ഇതിനെതിരെ കേസെടുക്കും, പോയി അന്വേഷിക്കും, ഈ ആളുകളെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, കേരള പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടും വീഡിയോ ഇട്ടിട്ടും ഇന്ന സ്ഥലത്ത് ഇന്ന ലഹരി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു, ഞങ്ങൾ സംഘം കൂടി ഉപയോഗിച്ചു, 18 വയസ്സിന് താഴെയുള്ള കുട്ടീനെ കൊണ്ട് വരെ ഉപയോഗിപ്പിച്ചു, അതിനെ വേറെ രീതിയിൽ യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂക്കിൻ തുമ്പത്തിരുന്നു കൊണ്ട് ആളുകൾ ലൈവും വീഡിയോസും ഇടുന്നത് കേരള പോലീസിന്റെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണോ അതോ നടപടി എടുക്കാത്തത് കൊണ്ടാണോ? 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എന്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിലും ഇവരുടെ വീഡിയോസ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ പോലീസ് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയും ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ക്ലിപ്പിംഗ്സും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നിട്ടും അവരത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും നടപടി എടുക്കാത്തത്? അവരുടെ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് എന്ത് ലഹരിയാണ് ഉപയോഗിച്ചത്, എവിടെ വെച്ചാണ് ഉപയോഗിച്ചത്. ആ ലഹരി അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നതിന്റെ വീഡിയോ, 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടീനെ അബ്യൂസ് ചെയ്തതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ വീഡിയോസ് കാണുന്നത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ ഒരു ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ വീഡിയോ പോയി എടുത്തിരുന്ന് കണ്ടത്. അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അവരതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, 2 കൂട്ടരും പറയുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഇത്ര നാള് ഇവരെയൊക്കെയാണോ ഇത്രയും ആരാധിച്ച് കൊണ്ടു നടന്നതെന്നും അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് കാണാനായിരുന്നു നമ്മുടെ മക്കൾ യൂട്യൂബ് ഓണാക്കി ഇരുന്ന് ലൈവ് കണ്ടുകൊണ്ടിരുന്നതെന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ പേടിയാവുന്ന. കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇവരൊക്കെ ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവരിൽ നിന്ന് എന്താണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്താണ് ഇവരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ, അതെന്തൊക്കെയാന്നുള്ളത് തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടവർക്കറിയാം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കേരള പോലീസിന്റെ അടുത്താണ്, ഇതിനെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു നടപടി നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടായോ? ഇനി ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു ടോപ്പിക്കായിട്ട് പിന്നെ കാണാം. ബൈ.